അതുകൊണ്ട് തന്നെ മറിയ മറുപടി പറയാനില്ലാതെ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നേരെ ചൂണ്ടുന്നു വിരൽ. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ നേരെ വിരൽ ചൂണ്ടുന്നു. വിരൽ ചൂണ്ടുമ്പോ അവർ ചോദിക്കുന്നു, തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാ, നീ പറഞ്ഞതാ മറുപടി എന്നവർ മറുപടി പറയുന്നു. ഈ സമയത്തതാ അത്ഭുതം സംഭവിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുർആനിലെ 19-ാം അധ്യായം 30-ാമത്തെ വചനം മുതൽ, ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബു വജഅൽനി നബിയ്യ വജഅൽനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞി അവിടെ വെച്ച് സംസാരിക്കുവാൻ ആരംഭിക്കുന്നു. എന്താ? ദൈവം തമ്പുരാൻ എന്നെ പ്രവാചകനായി, ദൈവദൂതനായി, അവന്റെ ദാസനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ എവിടെയായിരുന്നാലും എന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കാമെന്ന് പടച്ച തമ്പുരാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഞാൻ ജനിച്ച ദിവസവും മരണപ്പെടുന്ന ദിവസവും ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസവുമെല്ലാം എന്റെ മേൽ സമാധാനം ഉണ്ടായിരിക്കും എന്ന് പടച്ച തമ്പുരാൻ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന് തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്നതായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഏതാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്? സ്വന്തം മാതാവിന്റെ ചാരിത്രത്തിൽ സംശയിച്ച ആളുകളുടെ മുന്നിൽ തൊട്ടിലിൽ വെച്ച് എന്റെ മാതാവ് വിശുദ്ധയാണ് എന്നും ഞാൻ ദൈവത്തിന്റെ പ്രത്യേക ദാനം വഴി ദൈവത്തിന്റെ ദാസനായി പിറന്നവനാണ് എന്നും പ്രഖ്യാപിക്കുന്ന യേശുവിന്റെ ജീവിതമാണോ? അതല്ല എല്ലാവരും പറയാൻ മടിക്കുന്ന കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റിയെന്ന അത്ഭുതമാണോ? തീർച്ചയായും എല്ലാവരും പറയും ആദ്യം പറഞ്ഞതാണ് എന്ന്. അതാണ് യേശുവിനെ മഹത്വപ്പെടുത്തുന്നത്. ഇനി മാത്രമല്ല, കുരിശുമരണം മറ്റൊരു വലിയ വിഷയത്തിലേക്ക് പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. കുരിശിൽ മരിച്ചത് വഴി യേശു ക്രിസ്തു ശപിക്കപ്പെട്ടവനാണ് എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചത്. കാരണം അവർക്ക് ആവർത്തന പുസ്തകം 21-ാം അധ്യായത്തിലെ 23-ാമത്തെ വചനപ്രകാരം മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ്. ആ വചനം ശരിയാക്കാൻ വേണ്ടിയാണ് അവർ യേശുവിനെ ക്രൂശീകരിക്കാൻ തീരുമാനിക്കുന്നത്, ശപിക്കപ്പെട്ടവനാകാൻ. അങ്ങനെ യഹൂദന്മാർ വിചാരിച്ചു, ഇതാ യേശു ശപിക്കപ്പെട്ടവനായി, ഇസ്രായേലിന്റെ രക്ഷകനായി കടന്നു വന്നവൻ ഇതാ മരത്തിൽ തൂക്കപ്പെട്ട് ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. ക്രൈസ്തവ സഹോദരന്മാരും അങ്ങനെ വിശ്വസിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലെ 10 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് പോലും എഴുതി, നമുക്ക് വേണ്ടി യേശു സ്വയം ശാപമായി തീർന്നു. യേശു സ്വയം ശാപമായി തീർന്നു നമുക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താ, കുരിശിൽ തറക്കപ്പെടുക വഴി ശപിക്കപ്പെട്ടവനായി യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ പൗലോസിന്റെ വിശദീകരണം. പക്ഷേ ഇങ്ങനെ കുരിശിൽ തറക്കപ്പെട്ടു യേശു ക്രിസ്തു എന്ന വിശ്വാസം നിലനിന്നിരുന്ന സമയത്ത്, അങ്ങനെ ശപിക്കപ്പെട്ടവനായി എന്ന് യേശുവിന്റെ അനുയായികളും വിരോധികളും വിചാരിച്ചിരുന്ന സമയത്ത് ആണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 157, 158 വചനങ്ങളിലൂടെ പറഞ്ഞു, വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിൻ ശുബ്ബിഹ ലഹും ഇല്ലാ, എന്റെ ദാസനെ അവർക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അവനെ ശപിക്കപ്പെട്ടവനാക്കുവാൻ സാധിച്ചിട്ടില്ല. അവന്റെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ സ്വീകരിച്ചുകൊണ്ട് അവനെ ബൽ റഫഉല്ലാഹി ഇലൈഹി, എങ്കിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ പിന്നെ 6 നൂറ്റാണ്ടിന് ശേഷം പ്രഖ്യാപിക്കുക. യേശുവിനെ മഹത്വപ്പെടുത്തുകയാണിത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇത് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. പക്ഷെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഖുർആൻ യേശുവിനെ മഹത്വപ്പെടുത്തുന്നു, മുഹമ്മദ് നബി യേശുവിനെ മഹത്വപ്പെടുത്തി, യേശുവിനെ കുറിച്ച് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ നീക്കി. അതായിരിക്കാം യേശു ക്രിസ്തു ഇങ്ങനെ പ്രവചിച്ചതിന് പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് എനിക്ക് സൂചിപ്പിക്കാൻ. അടുത്ത ക്വസ്റ്റ്യൻ ലേഡീസ് സെക്ഷനിലാണ്, ചോദിക്കണം. My name is Mariam, housemaker. My question is to K.S. Joseph. You said not believing in Christ as Son of God, there is no salvation. My question, and the child who died before christening, what will be the condition of the child? Whether the child will go to hell or heaven? മലയാളത്തിൽ ഉത്തരം പറയുന്നതായിരിക്കും. ഒരു കുഞ്ഞ് വിശ്വസിക്കുന്നതിന് മുൻപ് മരിച്ചാൽ ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളതാണ് ചോദ്യം. വിശുദ്ധ ബൈബിളിലെ ബിഫോർ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിന് മുൻപ് ഒരു കുഞ്ഞ് മരിച്ചാൽ, അല്ലേ? Yes, that is what. Please repeat the question.
Because christening means before baptism, child baptism. That's what I mean. Yes. Let her repeat the question. Yes, I know. Clear. Christening means before child baptism. Yeah, christening is because inheritance sin will be washed out. No, ക്രിസ്തീയ ഉപദേശത്തിൽ അതെ, ചോദ്യകർത്താവിനെ ചോദിക്കട്ടെ, അതിന്റെ ഇടക്കാരും ഇടപെടരുത്. So why christening is done? Because its inheritance sin is washed out. The child who is not christened. ക്രിസ്ത്യൻ മീൻസ് ബാപ്റ്റിസം ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞ് മരിച്ചാൽ എന്താണ്? സിസ്റ്റർ, എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. പ്ലീസ്, ഞാൻ പറയാം. Correct. ബാപ്റ്റിസം സാധാരണയായി ക്രൈസ്തവരുടെ ഇടയിൽ നടക്കുന്ന ഒരു ആചാരമാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കുഞ്ഞിനെ, ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ കുഞ്ഞിനെ പള്ളിയിൽ കൊണ്ടുവന്ന് അതിനെ ബാപ്റ്റിസം ചെയ്ത് അവനെ ക്രിസ്തീയ സഭയിലേക്ക് ചേർക്കുക എന്ന് ക്രൈസ്തവരുടെ ഇടയിൽ ഒരു പതിവുണ്ട്. അത് ചെയ്യുന്നതിന് മുൻപ് കുഞ്ഞ് മരിച്ചാൽ ആ കുഞ്ഞ് സ്വർഗത്തിൽ പോകുമോ എന്നാണ് സിസ്റ്റർ ചോദിച്ചത്. അതിന് വ്യക്തമായ മറുപടി, ഒരു കുഞ്ഞിനെ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് എത്ര ദിവസമായി കഴിഞ്ഞാലും സഭയിൽ കൊണ്ടുവന്ന് അതിനെ ക്രിസ്ത്യാനിയാക്കുവാൻ വിശുദ്ധ ബൈബിളിൽ ഒരു പ്രമാണവുമില്ല. ഏതെങ്കിലും ചടങ്ങ് കൊണ്ടോ ഏതെങ്കിലും കർമ്മങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിയെ ക്രിസ്ത്യാനിയാക്കുവാൻ സാധ്യമല്ല. ചടങ്ങുകൾ കൊണ്ട് ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നില്ല. പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിയാകുന്നു? ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത് അവൻ അറിവ് ലഭിച്ച്, അവന് ജ്ഞാനം ലഭിച്ച്, അവന് ഞാൻ പാപിയാണ് എന്ന് വിശ്വസിച്ച്, അതേത് മതക്കാരനും ഏത് ജാതിക്കാരനും ആകട്ടെ, അവൻ പാപിയാണ് എന്ന് വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പാപത്തിനു വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പ്രവർത്തനമുണ്ടാകുന്നു. അവന്റെ ഹൃദയം രൂപാന്തരപ്പെടുന്നു, ഹൃദയം ജീവിപ്പിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഒരു വ്യക്തി ക്രിസ്ത്യാനിയാകുന്നത്. അതാണ് അതിന്റെ സഹോദരി ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ആ ചോദ്യം ഉന്നയിച്ചത്. കാരണം ഏതെങ്കിലും ഒരു കർമ്മം മൂലം ക്രിസ്ത്യാനിയായി തീരുമോ? അങ്ങനെ കർമ്മം മൂലം ക്രിസ്ത്യാനിയായി തീരുന്നതിന് മുൻപ് ഒരു കുഞ്ഞ് മരിച്ചാൽ എവിടെ പോകും? അപ്പോൾ കുഞ്ഞെന്നല്ല, ഏതൊരു വ്യക്തിയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് തന്റെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകുന്നതിന് മുൻപ് 90 വയസ്സുള്ള വ്യക്തിയായിരുന്നാലും മരിച്ചാൽ അവൻ നിത്യ ന്യായവിധിയിൽ മാത്രമേ പോകുകയുള്ളൂ. കർമ്മങ്ങൾ കൊണ്ട് ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നില്ല. പിന്നെയോ അവൻ ജീവിതത്തെ ദൈവഹിതത്തിനായി സമർപ്പിക്കുമ്പോഴാണ് ഒരു ക്രിസ്ത്യാനിയാകുന്നത്. താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ ജെൻ സെക്ഷനിലാണ്. പെട്ടെന്ന് ചോദിക്കണം, സമയപരിധി വളരെ കുറവാണ്. ಕ್ಯಾಮರಾಕಾರ ಫೋಕಸ್ ചെയ്യണം, ചോദ്യകർത്താവിനെ ഫോക്കസ് ചെയ്യണം. ಪ್ರಶ್ನೆ KS ಜೋಸೆಫ್ ಇವರೊಂದಿಗೆ ಪ್ರಶ್ನಿಸುವವರು BH ಅಬೂಬಕರ್ ಬಜ್ಪೆ ಬಿಸ್ನೆಸ್ ಮ್ಯಾನ್. ಪ್ರಶ್ನೆ, ಕ್ರಿಸ್ತ ಜಯಂತಿ ಡಿಸೆಂಬರ್ 25, ಅವರ ಹುಟ್ಟಿದ ತಾರೀಕು ಅಂದರೆ ಡಿಸೆಂಬರ್ 25, 1/1/1. ಅದು ಪ್ರಾರಂಭ ಹೇಗೆ ಆಯಿತು, ಎಲ್ಲಿಂದ ಆಯಿತು, ಇದರ ಬಗ್ಗೆ ವಿವರ ಬೇಕು. ഡിസംബർ 25 പറ്റിയാണ് ചോദിക്കുന്നത്. ಇದುವರೆಗೆ ನಾವು ಮಾತಾಡಿದ ಸಂವಾದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದೇ ಅಲ್ಲ ಈ ಪ್ರಶ್ನೆ. ಆದರೂ ನೀವು ಕೇಳಿದ್ದೀರಿ, ನಾವು ಅದನ್ನು ಉತ್ತರಿಸಲು ಪ್ರಯತ್ನಿಸುತ್ತೇವೆ. ಡಿಸೆಂಬರ್ 25ನೇ ತಾರೀಕಲ್ಲಿ ಯೇಸು ಸ್ವಾಮಿಯವರು ಈ ಲೋಕದಲ್ಲಿ ಜನಿಸಿದರು ಎಂಬುದಕ್ಕೆ ಯಾವ ಪ್ರೂಫ್ ಕೂಡ ಇಲ್ಲ.
ಆದರೂ ಜನರು ವಾಡಿಕೆಯಾಗಿ ಡಿಸೆಂಬರ್ 25ಕ್ಕೆ ಅವರು ಜನಿಸಿದ್ದಾರೆ ಅಂತ ನಂಬಿ ಕ್ರಿಸ್ಮಸ್ ಕೊಂಡಾಡುತ್ತಾರೆ. ನಿಜವಾಗಿ ಕ್ರೈಸ್ತ ಧರ್ಮ ಮತ್ತೆ ಸತ್ಯವೇದವನ್ನು ತಿಳಿದವರು ಇದನ್ನು ಬಹಳ ಸೀರಿಯಸ್ ಆಗಿ ತಕ್ಕೊಳ್ಳುವುದಿಲ್ಲ. ಆದರೂ 2000 ವರ್ಷಗಳ ಮುಂಚೆ ಯೇಸು ಕ್ರಿಸ್ತನು ಈ ಲೋಕದಲ್ಲಿ ಜನಿಸಿದನು, ಜೀವಿಸಿದನು, ಶಿಲುಬೆಯಲ್ಲಿ ಸತ್ತನೆಂಬುದು ಚಾರಿತ್ರಿಕವಾದ ಒಂದು ಸತ್ಯವಾಗಿದೆ. ಚರಿತ್ರೆಯಲ್ಲಿ ಇದಕ್ಕೆ ಬೇಕಾದಷ್ಟು ಪ್ರೂಫ್ ಇದೆ. ಆದುದರಿಂದ ಈ 2000 ವರ್ಷ ಕ್ರಿಸ್ತ ಶಕವಾಗಿ, ಕ್ರಿಸ್ತ ಜಯಂತಿಯಾಗಿ ಆಚರಿಸ್ತಾರೆ. ಆಚರಿಸುವವರ ಬಗ್ಗೆ ನಮಗೇನು ಆಕ್ಷೇಪವಿಲ್ಲ. ಇದು ಆಚರಿಸುವುದರಿಂದ ಯೇಸು ಕ್ರಿಸ್ತನ ಸಂದೇಶ ಇನ್ನೊಂದು ಆವರ್ತಿ ಅವರ ಮನಸ್ಸಿಗೆ ನೆನಪಿಗೆ ಬಂದರೆ, ಈ ಲೋಕವು ಯೇಸು ಸ್ವಾಮಿ ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಮಾಡಿದ್ದ ಆ ದೊಡ್ಡ ತ್ಯಾಗವನ್ನು ನೆನಪು ಮಾಡಿದರೆ അത് നിജವಾಗಿ ಎಲ್ಲರಿಗೂ പ്രയോജനമാകുತ್ತದೆ എന്ന് നമ്പുತ್ತೇನೆ. അടുത്ത ക്വസ്റ്റ്യൻ ലേഡീസ് സെക്ഷനിലാണ്. കഴിയുന്ന മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഉത്തരം ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. No more questions from the ladies side. ലേഡീസ് സെക്ഷൻ ഇല്ല. ലേഡീസ് സെക്ഷനിൽ ഇല്ലെങ്കിൽ ജെൻസ് സെക്ഷൻ ചോദിക്കപ്പെടാം. എന്റെ പേര് ഹൈദർ പറഞ്ഞിട്ട് ബിസിനസ്മാൻ ആയിട്ടിരിക്കുന്നു. കെ എസ് ജോസഫിന്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ് യേശു ദൈവപുത്രനാണ്, ആദം ആരപുത്രനാണെന്ന് എന്ന് ഉത്തരിക്കണം. താങ്ക് യു ബ്രദർ. സൈലൻസ് പ്ലീസ്. ശബ്ദരാഗണം. യേശു ക്രിസ്തു ദൈവപുത്രനാണ്, ആദം ദൈവപുത്രനാണ്. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് വിശദീകരിക്കണമെന്നാണ് പ്രിയ സഹോദരൻ ചോദിച്ചത്. ദൈവപുത്രൻ എന്നുള്ള പദം എന്റെ പ്രിയ സഹോദരൻ അക്ബർ പറഞ്ഞതുപോലെ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ, മനുഷ്യപുത്രിമാർ. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പുത്രന്മാർ. പുതിയ നിയമത്തിൽ അനേക ഭാഗങ്ങളിൽ ദൈവപുത്രന്മാർ എന്ന് ഉള്ള വിഭാഗങ്ങളുണ്ട്, പദങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നാൽ മറ്റ് വേദപുസ്തകത്തിലുള്ള മറ്റെല്ലാ ഭാഗങ്ങളിലും ഉള്ള ദൈവപുത്രന്മാർ എന്നുള്ള പദങ്ങളിൽ നിന്നും, അഥവാ ആദാം ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമൻ, മണ്ണുകൊണ്ട് മെനഞ്ഞ് ദൈവം സൃഷ്ടിച്ച ആദാം എന്നുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് നാം പുതിയ നിയമത്തിൽ കാണുന്നത് പോലെ ആ ഒരു വിഷയമുണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ